കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അക്ക ഗോൾഡിൻ്റെ ഷവർ കോക്കാണ് ഇവിടെ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അക്ക ഗോൾഡ് ഷവർ കോക്ക് ഈ കാണുന്ന നോബ് കഴിച്ചു മാറ്റി ഇതിൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ സ്ക്രൂ അല്ലെങ്കിൽ എടുത്ത് ഊരിയതിന് ശേഷം ഈ CP ഫിറ്റിങ്സ് അടിച്ച് മാറ്റേണ്ടതാണ്. അടിച്ചു മാറ്റിയതിന് ശേഷം ഇത് ഇവിടെ ഏൽപ്പിക്കേണ്ടതാണ്. കാരണം ഇപ്പോൾ ഇതിൽ ഫിറ്റ് ചെയ്യാൻ കഴിയില്ല. ഇത് ടൈലിന് ശേഷമാണ് നമ്മൾ ചുമരിൽ ഫിറ്റ് ചെയ്യുക. ഇത് MTA, അതായത് മെയിൽ ത്രെഡ് അഡാപ്റ്റർ. ഇതാണ് ഷവർ കോക്കിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ കറക്റ്റായി തിരിച്ച് കയറ്റി ഫിറ്റ് ചെയ്യുന്നത്. ഈ കാണുന്ന എയറോ മുകളിലേക്കാണ് വെള്ളം പോകേണ്ടത്, പമ്പ് ചെയ്യേണ്ടത്. അതിനുള്ള എയറോ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. ഇത് FTA, ഇതിൻ്റെ ഉള്ളിലാണ് ത്രെഡ് വരുന്നത്. MTA പുറത്തുമാണ് ത്രെഡ് വരുന്നത്, അതായത് ഈ കാണുന്ന പോലെ. അതിനുശേഷം ത്രെഡ് സീലെടുത്ത് നല്ല രീതിയിൽ ചുറ്റി, ഇത് കാസ്കറ്റിൻ്റെ ഷെല്ലാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നല്ല രീതിയിൽ ചുറ്റി ഷെല്ലാക്ക് തേച്ചതിന് ശേഷം ക്രോസ് ആവാതെ ഷവർ കോക്കിൻ്റെ ഉള്ളിലേക്ക് തിരിച്ച് കയറ്റേണ്ടതാണ്. ഈ വീഡിയോ ചെയ്യുമ്പോൾ വല്ല പരിചയമുള്ളവർക്ക് വല്ല അഭിപ്രായങ്ങളും മറ്റും കാര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ശേഷം ഇത് പൈപ്പ് റാഞ്ചോ മങ്കി പ്ലെയറോ ഏതെങ്കിലും സ്പാനർ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് വേണം, നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യണം. ഇവിടെ അപ്പെക്സിൻ്റെ വാൾവും മറ്റ് ഫിറ്റിങ്സുമാണ് ഇരിക്കുന്നത്. ഒരു സുപ്രീമിൻ്റെ CPVC പൈപ്പാണ് ഇതാണ് ഇവിടെ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഡെംസീലിൻ്റെ CPVC ബോണ്ട്, അതായത് പശ. നല്ല രീതിയിൽ ഈ പൈപ്പിന് പുറത്തായി തേച്ച് പിടിപ്പിക്കുക. പൈപ്പിന് പുറത്തും ഫിറ്റിങ്സിൻ്റെ ഉള്ളിലേക്കുമായാണ് പശ തേച്ച് പിടിപ്പിക്കേണ്ടത്. അപ്പം പൈപ്പ് ഫിറ്റിങ്സിലേക്ക് തള്ളി കയറ്റി കറക്റ്റായി എന്നൊക്കെ തള്ളി കയറ്റിയതിന് ശേഷം കയറിയെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ശേഷം ഓരോ ഫിറ്റിങ്സും ചുമരിൽ വെച്ച് ഉറപ്പിക്കേണ്ടതാണ്. നല്ല രീതിയിൽ പശ തേച്ച് പിടിപ്പിച്ച് ചെയ്യേണ്ടതാണ്. പശ തേക്കാൻ മറക്കരുത്. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ബാത്റൂമിൻ്റെ ഉള്ളിലത്തെ പ്ലംബിങ് ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ളത് ക്ലോസറ്റിൻ്റെ ഫിറ്റിങ്സും ക്ലോസറ്റിൻ്റെ പൈപ്പിൻ്റെ ഫിറ്റിങ്സും ട്രാപ്പിൻ്റെ ഫിറ്റിങ്സുമാണ്. അത് ഞാൻ അതിൽ ചേർക്കുന്നില്ല, അത് മറ്റൊരു വീഡിയോയിൽ ചേർക്കാനാണ്. അത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും ഇതിലിപ്പോൾ മറ്റേ സിമെൻ്റ് ഒന്നും വീഡിയോ ആണിത്. ട്രാപ്പിന് മറ്റു കാര്യങ്ങളും എല്ലാം ഉള്ളിലെ പൈപ്പിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് പൈപ്പ് തള്ളിയതിന് ശേഷം സിമെൻറ്റുള്ള എല്ലാ പോയിൻറ്റും സിമെൻറ്റ് ഇട്ട് പിടിപ്പിക്കുന്ന ഭാഗമാണ് ഇത് കാണുന്നത്. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം.